പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 13 സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 9th സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. മീൻ, മീഡിയൻ, മോഡൊക്കെ എന്താണ് എന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സും കൂടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മീൻ എന്ന് വെച്ചാൽ എന്താണ്? മീൻ ഓർ ആവറേജ് ഓഫ് ഒബ്സർവേഷൻസ് ആസ് വി നോ ഈസ് ദ സം ഓഫ് ദി വാല്യൂ ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ മീൻ എന്ന് വെച്ചാൽ ഒബ്സർവേഷൻസിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെയാണ് മീൻ എന്ന് പറയുന്നത്. ഇഫ് x1, x2, etc. xn ആർ ഒബ്സർവേഷൻസ് വിത്ത് റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് f1, f2, etc. fn, then this means observation x1 occurs f1 times, x2 occurs f2 times and so on. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ നമുക്ക് കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. 2, 5, 7, 9, 10 ഇങ്ങനെ കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 1, 2, 3, 4, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. ആ കിട്ടുന്ന സമ്മിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് അങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഞാൻ ഒബ്സർവേഷൻസ് എടുത്തു, ഈ ഒബ്സർവേഷൻസ് എത്ര ടൈംസ് ഉണ്ട് എന്നുള്ള ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ 2 നമുക്ക് 3 ടൈംസ് ഉണ്ട്, 5 1 ടൈമേ ഉള്ളൂ, 7 8 ടൈംസ് ഉണ്ട്, 9 2 ടൈംസ് ഉണ്ട്, 10 1 ടൈമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 2 നമുക്ക് 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മീൻ കണ്ടുപിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ x1, x2, etc. xn ആർ ഒബ്സർവേഷൻ. അപ്പോൾ 2, 5, 7, 9, 10 ആർ ദി ഒബ്സർവേഷൻസ് ആൻഡ് 3, 1, 8, 2, 1 ആർ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 occurs 3 times, 5 occurs 1 times, 7 occurs 8 times, 9 occurs 2 times, 10 occurs 1 time. ഇതാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് കിട്ടണേ എന്ത് ചെയ്യണം? 2 3 ടൈംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 × 3 ചെയ്യും. 5 1 ടൈം ഉണ്ട്. അപ്പോൾ 5 × 1 ചെയ്യും. 7 8 ടൈംസ് ഉണ്ട്. അപ്പോൾ പ്ലസ് 7 × 8 ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? x1 f1 പ്ലസ് x2 f2 പ്ലസ് x3 f3 പ്ലസ് x4 f4 പ്ലസ് x5 f5 അല്ലേ. അപ്പോൾ നമ്മുടെ സം ഓഫ് വാല്യൂസ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ f1 x1 അല്ലെങ്കിൽ x1 f1 എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ x ആയിട്ടെടുക്കും, ഇതിനെ f ആയിട്ടെടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒബ്സർവേഷൻസും ഫ്രീക്വൻസീസും തന്നിട്ട് മീൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താ? f1 x1 പ്ലസ് f2 x2 പ്ലസ് എക്സെട്ര എത്ര വാല്യൂസ് ഉണ്ടോ അതിൻ്റെ ലാസ്റ്റിൽ വരുന്നതിനെ നമ്മൾ fn xn എന്ന് എടുക്കും. ഇനി ഫ്രീക്വൻസീസ് എന്ത് വരും? f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn. അതായത് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ
ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി 3 + 1 + 8 + 2 + 1 എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് വാല്യൂസ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് f1 x1 + f2 x2 + എക്സെട്ര + fn xn ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് f1 + f2 + എക്സെട്ര + fn ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്, അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിനെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമ്മൾ f1 x1 + f2 x2 + എക്സെട്ര + fn xn എന്നുള്ളതിനെ നമുക്ക് ഈ ഒരു ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ നമ്മൾ സിഗ്മ എന്നാണ് പറയുന്നത്, വിച്ച് മീൻസ് സമ്മേഷൻ. അതായത് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ച് എഴുതുന്നത്. സിഗ്മ എന്തെഴുതാം? ഇതിനെ നമ്മൾ f1 to fn ഉണ്ടല്ലേ, അപ്പോൾ നമ്മളതിനെ fi എന്ന് എടുക്കും. പിന്നെന്താണ്? x1 തൊട്ട് xn വരെയുണ്ട്, അതിനെ നമ്മൾ xi എന്ന് എടുക്കും. അപ്പോൾ നമ്മുടെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n. അപ്പോൾ ഐ നമ്മളിവിടെ fi ആണ് കൊടുക്കുന്നത്. ഈ ഐ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെയുണ്ട്. ഇവിടെ ഐയുടെ നമുക്ക് എഫിന് 1 തൊട്ട് n വരെയുണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ എഫിന് ഐ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെയുണ്ട്. xi അവിടെയും ഐ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഐയുടെ വാല്യൂ നമുക്ക് 1 തൊട്ട് n വരെയുണ്ട്, ഡിവൈഡഡ് ബൈ സിഗ്മ fi. ഇവിടെ fi ആണ് വന്നിട്ടുള്ളത്, ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെയുണ്ട്. അപ്പോൾ നമുക്ക് മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n fi xi ഡിവൈഡഡ് ബൈ സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n fi. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഉടനെ ഇങ്ങനെ i ഈസ് ഈക്വൽ ടു 1 to n എന്നൊന്നും പറയണ്ട കേട്ടോ. ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ പറയാം. എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ fi xi ഡിവൈഡഡ് ബൈ സിഗ്മ fi. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഐ ഈസ് ഈക്വൽ ടു 1 to n. ഐ എന്ന് വെച്ചാൽ 1 തൊട്ട് n വരെയുള്ള വാല്യൂ എടുക്കാമെന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വേരീസ് ഫ്രം 1 to n. മനസ്സിലായല്ലോ? അപ്പം ഞാനിവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഒബ്സർവേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഫ്രീക്വൻസീസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x1 + x2 + എക്സെട്ര ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഒബ്സർവേഷൻസും ഫ്രീക്വൻസീസും, അതായത് ഓരോ ഒബ്സർവേഷനും എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, സിഗ്മ fi xi ബൈ സിഗ്മ fi. ഇനി ഒരു എക്സാമ്പിളൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസിന് കിട്ടിയ മാർക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോ മാർക്കും കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്സ് ഒബ്റ്റെയിൻഡിനെ നമ്മൾ xi എന്നെടുക്കും. ഓക്കെ, 10 മാർക്സ് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റേ ആ ക്ലാസ്സിലുള്ളൂ, 20 മാർക്സ് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റേ ഉള്ളൂ, 36 മാർക്സ് കിട്ടിയ 3 സ്റ്റുഡൻസ് ഉണ്ട്, 40 മാർക്സ് കിട്ടിയ 4 സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ 95 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് വരെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മാർക്സ് ഒബ്റ്റെയിൻഡ്, അതായത് ഈ ഒബ്സർവേഷനെ നമ്മൾ എന്തായിട്ടെടുക്കും? xi ആയിട്ടെടുക്കും. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസി, അതിനെ നമ്മൾ fi ആയിട്ടെടുക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കോളം വരച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളം ഈസ് xi, ദാറ്റ് ഈസ് ഒബ്സർവേഷൻ. സെക്കൻഡ് കോളം ഫ്രീക്വൻസി, ദാറ്റ് ഈസ് fi. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് അടുത്ത കോളം വേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? fi xi ബൈ fi ആണല്ലേ. അപ്പോൾ അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? fi xi കണ്ടുപിടിക്കണം. അതെന്താണ്? ഒബ്സർവേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് fi xi. അപ്പോൾ 10 1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 10 കിട്ടി. 20 × 1 20 കിട്ടി. 36 × 3 that is 108. 40 × 4 that is 160. 50 × 3 that is 150. ഇങ്ങനെ ഓരോ ഒബ്സർവേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് fi xi എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റിൽ നമ്മൾ ഇവിടെ ടോട്ടൽ എഴുതിയിട്ട്
സിഗ്മ എഫ് ഐ, അതായത് ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സിഗ്മ എഫ് ഐ താഴെ എഴുതണം, സിഗ്മ എഫ് ഐ എക്സ് ഐ എഴുതണം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മീൻ കണ്ടുപിടിക്കാം. എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1779 ഡിവൈഡഡ് ബൈ 30. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 59.3 എന്ന് കിട്ടും. ഞാൻ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഡിവിഷനൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷെങ്കിൽ നിങ്ങൾ ബേസ് അറിഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കത്തില്ല നിങ്ങൾക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ ഫ്രീക്വൻസി ഒരെണ്ണം അൺനോണായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒബ്സർവേഷൻ അൺനോണായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്താണ് ഇതെന്ന് നിങ്ങളിതിൻ്റെ ബേസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ മീൻ കിട്ടി. അപ്പം നമ്മളിത് ഇപ്പോൾ ചെയ്തത് എങ്ങനെയുള്ള ഡേറ്റയാണ്? അൺഗ്രൂപ്ഡ് ഡേറ്റയാണ് അല്ലേ? അൺഗ്രൂപ്ഡ് ഡേറ്റ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് ഗ്രൂപ്ഡ് ഡേറ്റ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കണം. അതായത് നമുക്ക് തരുന്ന ഒബ്സർവേഷൻസ് ക്ലാസ് ഇൻ്റർവെൽസിലാണെങ്കിൽ നമ്മൾ എങ്ങനെ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്ഡ് ഡേറ്റയാണ് തരുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഒബ്സർവേഷൻസ് നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസിലാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എഫ് ഐ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സ് ഐ വേണം. എക്സ് ഐ പക്ഷേ ഇവിടെ എന്തായിട്ടാണ്? ക്ലാസ് ഇൻ്റർവെല്ലിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മൾ ക്ലാസ് മാർക്കായിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. ഇപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, 10 to 25, 25 to 40. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മാർക്സ് തന്നെയാണ് എന്ന് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇത് ഒരു സ്റ്റുഡൻസിന് കിട്ടിയ മാർക്സ് ആണ്. അപ്പോൾ 10 തൊട്ട് 25 വരെ മാർക്സ് കിട്ടിയ 2 സ്റ്റുഡൻസ് ഉണ്ട്. 25 തൊട്ട് 40 വരെ മാർക്ക് കിട്ടിയ 3 സ്റ്റുഡൻസ് ഉണ്ട്. 40 തൊട്ട് 55 വരെ മാർക്ക് കിട്ടിയ 7 സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഇതാ നമുക്ക് ഈ മുകളിൽ തന്നിരിക്കുന്ന ഇതിനെ തന്നെ ഗ്രൂപ്പ്ഡ് ഡേറ്റയാക്കി താഴെ എഴുതിയതാണ് കേട്ടോ. 10 തൊട്ട് 25 വരെ മാർക്ക് കിട്ടിയ 2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതായത് 10 തൊട്ട് 25 വരെ മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ വരത്തുള്ളൂ. ബാക്കി പിന്നെ 36 ആണല്ലേ. അപ്പോൾ ഇവിടെ 2 സ്റ്റുഡൻസ് ഉണ്ട്. ഇതിനെ തന്നെയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയാക്കി താഴെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇവിടെയും 25 ഉണ്ട്, ഇവിടെയും 25 ഉണ്ട്. അപ്പോൾ 25 മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് ഇതിലേതിൽ വരും എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഈ 10 to 25 എന്ന് പറയുന്നത് 10 തൊട്ട് 24 വരെ ഉള്ള മാർക്സേ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. 25 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിലായിരിക്കും കേട്ടോ, സെക്കൻഡ് വണ്ണിലായിരിക്കും. അതായത് ഇതിനകത്ത് 25, 26 തൊട്ട് 39 വരെ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ വരിക. ഇതിനകത്ത് 10, 11, 12 തൊട്ട് 24 വരെ മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഇവിടെയോ 40 തൊട്ട് 54 വരെ മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് ആയിരിക്കും ഇതിൽ വരിക. 55 മാർക്ക് കിട്ടിയത് എവിടെ വരും? ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ വരും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. എക്സ് ഐ എന്ന് പറയുന്നത് ക്ലാസ് മാർക്കാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ബൈ 2. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ 9th പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ 10 to 25 എടുത്താൽ 10 ഈസ് ദി ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് 25 ഈസ് ദി അപ്പർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ നമ്മുടെ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോവർ ക്ലാസ് ലിമിറ്റും അപ്പർ ക്ലാസ് ലിമിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 to 25 എടുത്താൽ അപ്പർ ക്ലാസ് ലിമിറ്റ് ഈസ് 25, ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് 10,
ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി തിരിച്ച് 10+25/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതിയത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് വരും? 35/2 എന്ന് കിട്ടി. 35/2 എന്താണ്? 35/2 ഈസ് 17.5. അപ്പം നമ്മുടെ x1 എന്ന് പറയുന്നത് 17.5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത കോളം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കോളം ചെയ്ത ഒരെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിത് ഓരോന്നും കോളം വരച്ചെഴുതിയ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മണിക്കൂറുകൾ നീണ്ടുപോകുന്നൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽസ് എഴുതി, സെക്കൻഡ് കോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതി, തേർഡ് കോളം ക്ലാസ് മാർക്സ്. അത് ഒരെണ്ണം ഞാനിവിടെ ചെയ്ത് കാണിച്ചു. 10+25/2 ചെയ്തപ്പോൾ നമുക്ക് 17.5 കിട്ടി. അടുത്തത് എങ്ങനെയാണ്? 25+40/2 ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കിട്ടും. 40+55/2 ചെയ്യുമ്പം അടുത്തത് കിട്ടും. 55+70/2 ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കിട്ടും. 70+85/2 ചെയ്യുമ്പം അടുത്തത് കിട്ടും. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിവിടെ XI കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇപ്പോൾ നമുക്ക് ക്ലാസ് മാർക്ക്, അതായത് ക്ലാസ് ഇൻ്റർവെല്ലിലല്ലാതെ നമ്മുടെ ഒബ്സർവേഷൻ നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ XI എന്നെടുത്തു. ഇനി അടുത്ത കോളം എന്താണ്? FI XI നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യുക? ഈ F1ഉം X1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതും. F2ഉം X2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതും. F3ഉം X3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതും. അങ്ങനെ നമ്മൾ FI XI കണ്ടുപിടിക്കും. ഈ FI XI കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ FI XI എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഇവിടെ എഴുതും. സിഗ്മ FI, അതായത് FIയുടെ ടോട്ടലും ഇവിടെ എഴുതും. അപ്പോൾ എന്ത് കിട്ടി? 1860 ഡിവൈഡഡ് ബൈ 30 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ 62 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്കിവിടെ 62 എന്ന് കിട്ടി. മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ അല്ലാതെ ചെയ്തപ്പോൾ 59.3 ആയിരുന്നു. നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ച് ചെയ്തപ്പോൾ നമുക്ക് 62 എന്നാണ് കിട്ടിയത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലേ. നമുക്ക് കിട്ടിയ ഈ 59.3 നമുക്ക് മുകളിൽ കിട്ടിയല്ലോ, അതാണ് എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരു അപ്രോക്സിമേറ്റ് മീനാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 62 എന്ന് പറയുന്നത്. എക്സാക്റ്റ് മീൻ എന്ന് പറയുന്നത് 59.3 നമ്മൾ മുകളിൽ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിലാണ് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡാണ് ചെയ്യാനുള്ളത്. ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ FI XI ബൈ സിഗ്മ FI. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയും തരാം, അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും തരാം. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് FI XI കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഗ്രൂപ്പ്ഡ് ഡേറ്റയാണെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ആ കണ്ടുപിടിക്കുന്ന ക്ലാസ് മാർക്കിനെ നമ്മൾ XI എന്നെടുക്കും. ആ XIയും FIയും കൂടെ ഓരോ ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിവിടെ FI XI കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. ഇതിൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, അടുത്തത് അസ്യൂംഡ് മീൻ മെത്തേഡ്, അടുത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡുകളുണ്ട്. ആ 3 മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരാം. അടുത്തത് അസ്യൂംഡ് മീൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് കുറേ കൂടെ വലിയ ഒബ്സർവേഷൻസ് ഒക്കെയാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡൊക്കെ ചെയ്യുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ FI XI എഴുതുമ്പോൾ നമുക്ക്
മൾട്ടിപ്ലിക്കേഷൻ വലുതായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡൊക്കെ ചെയ്യുന്നത്. എല്ലാം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ എക്സ് ഐയുടെയും എഫ് ഐയുടെയും ന്യൂമറിക്കൽ വാല്യൂസ് വലുതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് ഐയുടെയും എഫ് ഐയുടെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ചെറിയ നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വലിയ വലിയ ഡേറ്റാസ് തരുമ്പോൾ നമുക്ക് എക്സ് ഐയും എഫ് ഐയും ന്യൂമറിക്കൽ വാല്യൂ ലാർജ് ആണെങ്കിൽ നമ്മൾക്ക് എക്സ് ഐ എഫ് ഐ കണ്ടുപിടിക്കാൻ ഇച്ചിരി ഡിഫിക്കൽറ്റി ആയിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റി നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഈ എഫ് ഐയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഈ എക്സ് ഐയെ നമുക്ക് സ്മോളർ നമ്പറിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് നമുക്ക് ഈസി ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, ഈ അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ എക്സ് ഐയിൽ നിന്ന് നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്യും. അതിനെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് ചൂസ് ചെയ്യും. എന്താണ്? ഇതിനെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് ചൂസ് ചെയ്യും. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ എ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ എക്സ് ഐയിലെ സെൻറ്ററിൽ വരുന്ന നമ്പർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ സെൻറ്ററിൽ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടും. ഏതൊക്കെ കിട്ടും? ഇവിടെ 1 2 3 4 5 6 ആണുള്ളത്. അപ്പം മിഡിൽ വരുന്നത് ഈ 2 വാല്യൂസ് നമുക്ക് മിഡിൽ വരും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 47.5 വരും, 62.5 വരും. 2 നമ്പേഴ്സ് വരും. നമ്മളിതിലെ ചെറിയ നമ്പറായ 47.5 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എക്സ് ഐയും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ എയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ അടുത്ത കോളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫറൻസിനെ നമ്മൾ ഡി ഐ എന്നെടുക്കും കേട്ടോ, ഡി ഐ. ഇനി നമ്മുടെ അടുത്ത കോളം ഡി ഐ കണ്ടുപിടിക്കുന്നതാണ്. ഡി ഐ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐ മൈനസ് എ. എക്സ് ഐ മൈനസ് എ, അതായത് എക്സ് ഐ മൈനസ് എ നമുക്കിവിടെ എന്താ കിട്ടിയത്? 47.5. അപ്പോൾ എയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ഐ മൈനസ് 47.5 എന്ന് എഴുതാം, അടുത്ത കോളം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ക്ലാസ് ഇൻ്റർവൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചു, എക്സ് ഐ കണ്ടുപിടിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ ഈ എക്സ് ഐയെ ഇതിനെക്കാട്ടിൽ സ്മോളർ വാല്യൂയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള എക്സ് ഐയിൽ നിന്നൊരു നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. അതായത് ഈ എക്സ് ഐയുടെ മിഡിലിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന നമ്പറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ 2 നമ്പേഴ്സ് മിഡിലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ചെറിയ നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. അതിനെ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത കോളം ഡി ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ, അതായത് എക്സ് ഐ മൈനസ് 47.5. അപ്പോൾ എന്ത് ചെയ്യണം? 17.5 മൈനസ് ഇവിടുത്തെ എക്സ് ഐ എന്ന് പറയുന്നത് ആദ്യത്തേത് 17.5 ആണ്. അപ്പോൾ 17.5 മൈനസ് 47.5 എന്ത് വരും? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവ് ആണ്. അപ്പം -30 എന്ന് വരും. ഇനി അടുത്തത് 32.5 മൈനസ് 47.5, ദാറ്റ് ഈസ് നെഗറ്റീവ് തന്നെ വരും, -15. 47.5 മൈനസ് 47.5 ദാറ്റ് ഈസ് 0. 62.5 മൈനസ് 47.5 അതെന്ത് വരും? 15. ഇത് വലിയ നമ്പറിൽ നിന്ന് ചെറുതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ പോസിറ്റീവ് ആകും, 15 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ. 62.5 മൈനസ് 47.5 ഈസ് 15 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. അടുത്തത് 77.5 മൈനസ് 47.5 ദാറ്റ് ഈസ് 30. അടുത്തത് 92.5 മൈനസ് 47.5 ദാറ്റ് ഈസ് 45. അപ്പോൾ ഇതാ നമുക്കിവിടെ നമ്മുടെ ഡി ഐ നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡി ഐയും എഫ് ഐയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ എക്സ് ഐക്ക് നമുക്കിനി സ്ഥാനമില്ല. ഇനി നമ്മൾ ഡി ഐയും എഫ് ഐയും കൂടെ എടുത്ത് അടുത്തത് എഫ് ഐ ഡി ഐ എന്നൊരു കോളം ഉണ്ടാക്കും. എന്ത് വരും?
2 into 30 60. അപ്പോൾ നെഗറ്റീവ് 60. 15 into 3 45. അപ്പോൾ നെഗറ്റീവ് 45. 0 into 7 that is 0. 15 into 6 that is 90. 30 into 6 that is 180. 45 into 6 that is 270. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് FI DI കിട്ടി. ഇനി നമ്മൾ ഈ FI DI എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 3 പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ചെയ്ത് വെക്കരുത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 60 + 45 ഈസ് 105. അപ്പോൾ നെഗറ്റീവ് 105ഉം ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 200 300 400 540 എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് 540. ഇത് രണ്ടും കൂടെ ചെയ്താൽ 540 - 105. ഇവിടെ 3 ആകും, ഇവിടെ 10 ആകും. 10 - 5 ഈസ് 5 3 4 435 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് സിഗ്മ FI DI എന്ത് കിട്ടി? 435 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ഈ അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മുടെ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു A പ്ലസ് സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI. ഇതാണ് നമ്മുടെ അസ്യൂംഡ് മീൻ മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. A ഈസ് 47.5 plus sigma FI DI is 435 divided by sigma FI is 30. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 കൊണ്ട് കട്ട് ചെയ്താൽ 6 5s are 30. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 87. 87 by 6 ചെയ്താൽ 1 6 27 4 24 3 35 14.5. അപ്പോൾ 47.5ൻ്റെ കൂടെ 14.5ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 62 എന്ന് കിട്ടും. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡിലും ഈ സെയിം പ്രോബ്ലം തന്നെ ചെയ്തപ്പോൾ നമുക്ക് 62 എന്നാണ് കിട്ടിയത്. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ലാർജ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? സ്മോളർ നമ്പറിലോട്ട് അതിൻ്റെ XIയെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ XIയെ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക? നമ്മൾ ഇതിനകത്തു നിന്ന് A കണ്ടുപിടിക്കും. അതായത് ഒരു അസ്യൂംഡ് മീൻ നമ്മൾ കണ്ടുപിടിക്കും. അതിനെ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആ A നമ്മൾ ഈ ഓരോ ഒബ്സർവേഷനിൽ നിന്നും എന്ത് ചെയ്യും? സബ്ട്രാക്റ്റ് ചെയ്യും. അതായത് 17.5 - A എന്താണോ കിട്ടിയത് അത് സബ്ട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് DI എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ എഴുതും. പിന്നെ നമ്മൾ ഈ DIയും FIയും കൂടെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി സിഗ്മ FI DI കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. നേരത്തെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആയിരുന്നു നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിൽ. അസ്യൂംഡ് മീൻ മെത്തേഡിൽ വന്നപ്പം എന്തായി? A പ്ലസ് സിഗ്മ FI DI ബൈ സിഗ്മ FI എന്നായി. നിങ്ങൾ ഇക്വേഷൻസ് ഒന്ന് കാണാതെ പഠിക്കുക. ഇക്വേഷൻ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണമെന്നുള്ളത് മനസ്സിലാവും. അസ്യൂംഡ് മീൻ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിനകത്ത് A ഉണ്ട്, DI ഉണ്ട്. അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ടേബിളും കൂടെ, അതായത് ഈ ഒരു കോളം കൂടെ ആഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇനി അടുത്തത് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഇത്രയും, അതായത് ക്ലാസ് ഇൻ്റർവെല്ല് FI XI DI ഇത്രയും ചേർത്ത് ഞാൻ അടുത്ത ഒരു കോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, അടുത്ത ഒരു ടേബിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ മുകളിലത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഒരേ ക്വസ്റ്റ്യൻ വെച്ച് തന്നെയാണ് ഈ 3 മെത്തേഡും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ല് FI XI DI ഇത്രയും ചേർത്തിട്ട് പുതിയൊരു ടേബിൾ
മേളത്തെ സെയിം വാല്യൂസ് തന്നെയാണ് കേട്ടോ. ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ DI കണ്ടുപിടിച്ചത് വരെ ഞാനിവിടെ ഒരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ DI നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. DI എന്ന് പറയുന്നത് എല്ലാം 15ൻ്റെ ടേബിൾസ് ആണ് അല്ലേ. 15 ഇൻറ്റു 2 30, 15 ഇൻറ്റു 3 45. അപ്പോൾ എല്ലാം എന്ത് തന്നെയാണ്, 15ൻ്റെ ടേബിളിൽ വരുന്ന നമ്പേഴ്സ് തന്നെയാണ് നമുക്കിവിടെ DIയിലുള്ളത്. അപ്പം നമ്മൾ ഇതിനെ അങ്ങ് ആ 15 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലും ചെറിയൊരു നമ്പർ നമുക്കിവിടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 15 എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ക്ലാസ് സൈസാണ് കേട്ടോ. അതായത് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ നോക്കിയേ 10 to 25. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് എന്ന് വെച്ചാൽ എന്താ, ഈ ക്ലാസ് ഇൻ്റർവെല്ലിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്ലാസ് സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 25 - 10 ഈസ് 15. ഇവിടെ 15 വരും. 40 - 25 ദാറ്റ് ഈസ് 15. 55 - 40 ദാറ്റ് ഈസ് 15. അപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലാസ് സൈസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ആ ക്ലാസ് സൈസിനെ നമുക്ക് ഇവിടെ H ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് സൈസിനെ ഞാനിവിടെ H എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കോളം എന്ന് പറയുന്നത് ഇതിനെ H കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് XI - A/H. ഇതിനെ നമ്മൾ UI എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ അടുത്ത കോളം എന്താണ്, XI - A/H ദാറ്റ് ഈസ് UI. അല്ലെങ്കിൽ DI/H എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത കോളം എന്ന് പറയുന്നത് UI = XI - A/H. അപ്പോൾ H എന്ന് പറയുന്നത് എന്താണ്, 15 ആണ്. അപ്പോൾ എന്ത് വരും, XI - A ഈസ് 30 ആണ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 30/15 ദാറ്റ് ഈസ് -2. അടുത്തത് XI - A ഈസ് -15 ദാറ്റ് ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് -1. കണ്ടോ, നമ്മുടെ വാല്യൂസ് കുറച്ചുകൂടെ ചെറുതായിട്ട് വരുവാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. 0/15 ഈസ് 0. H 15 ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്, ക്ലാസിൻ്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത്. അടുത്ത 15/15 ഈസ് 1. 30/15 ഈസ് 2. 45/15 ഈസ് 3. അപ്പോൾ നമുക്ക് UI ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത കോളം നമ്മുടേത് എന്തായിരിക്കും, മുകളിൽ ചെയ്തപ്പോൾ എന്തായിരുന്നു, നമ്മൾ DI കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത കോളം എന്തായിരുന്നു, DIയും FIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത കോളം ഇനി എന്തായിരിക്കും, UIയും FIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അടുത്തത് FI/UI ആണ് നമ്മുടെ അടുത്ത കോളം. അപ്പം FI ഈസ് 2. 2 ഇൻറ്റു -2 ഈസ് -4. 3 ഇൻറ്റു -1 ഈസ് -3. 7 ഇൻറ്റു 0 ഈസ് 0. 6 ഇൻറ്റു 1 ഈസ് 6. 6 ഇൻറ്റു 2 ഈസ് 12. 6 ഇൻറ്റു 3 ഈസ് 18. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. അതായത് സിഗ്മ FI/UI കണ്ടുപിടിക്കും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും, ഇത് രണ്ടും കൂടെ -7 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 8, 10, 20, 30, 36, 29. അതായത് 36 - 7 ഈസ് 29 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സിഗ്മ FI/UI നമുക്ക് 29 എന്ന് കിട്ടി. ഇനി നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് X bar is equal to A plus H into sigma FI/UI divided by sigma FI. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 3 ഇക്വേഷൻസും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഞാനത് ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്ത് വരും, A എന്താണ്, A എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്, മുകളിൽ എത്രയായിരുന്നു, A സെൻറ്ററിൽ വരുന്ന പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 47.5 ആയിരുന്നു നമുക്ക് A ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതാണ് A. അപ്പോൾ 47.5 പ്ലസ് H ഈസ് 15 ഇൻറ്റു സിഗ്മ FI/UI ഈസ് 29 ബൈ സിഗ്മ FI ഈസ് 30. ഈ 15ഉം ഇതും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എന്നാവും. 29/2 ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. 47.5 പ്ലസ് 29/2 ചെയ്താൽ എന്ത് കിട്ടും, 14.5
5 ദാറ്റ് ഈസ് 62. കണ്ടോ, ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? 62 തന്നെ കിട്ടി. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻസ് 3 ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാകും കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡായിരുന്നു. ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ചെറുതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതായിരുന്നു നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. അടുത്തത് എന്തായിരുന്നു? അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ ഡി ഐ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഡി ഐ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐ മൈനസ് എ. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ഐയുടെ മിഡിലിൽ വരുന്ന ഒരു വാല്യൂ. ഇനി മിഡിലിൽ നമുക്ക് 2 വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെറുത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡി ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എഫ് ഐ ഡി ഐ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഈസ് ഈക്വൽ ടു, നമ്മൾ എയും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് നമ്മുടെ അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇനി നമ്മൾ മൂന്നാമത് പഠിച്ച മെത്തേഡ് എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത്? യു വൈ കണ്ടുപിടിച്ചു അല്ലേ? യു വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ എക്സ് ഐ മൈനസ് എയെ ക്ലാസ് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു യു വൈ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എഫ് ഐ യു വൈ കണ്ടുപിടിച്ചു. അപ്പം നമ്മുടെ മീൻ കണ്ടുപിടിക്കുന്നത് എന്തായിരുന്നു? ഇക്വേഷൻ എന്താണ്? എ പ്ലസ്, കണ്ടോ ഇവിടെയും എ ആണ്, എ പ്ലസ്, പിന്നെ നമ്മൾ എച്ച് എഴുതും, എച്ച് ഇൻറ്റു ഇനി എന്താ? സിഗ്മ എഫ് ഐ യു വൈ ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്തായിരുന്നു കിട്ടിയത്? 59.3 എന്നായിരുന്നു കിട്ടിയത് അല്ലേ? അടുത്ത 2 മെത്തേഡുകളിലും ചെയ്തപ്പോൾ നമുക്ക് 62 ആണ് കിട്ടിയത്. അത് നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഇത് വെച്ച് വരുന്ന ചെറിയ ചേഞ്ചാണ്, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക. നിങ്ങളോട് ഏത് മെത്തേഡിലാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ എഫ് ഐ എക്സ് ഐ മാത്രം കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇൻ്റർവെല്, ഫ്രീക്വൻസി, അത് കഴിഞ്ഞിട്ട് എക്സ് ഐ കഴിഞ്ഞിട്ട് ഡി ഐ കണ്ടുപിടിക്കണം. അടുത്ത കോളം എഫ് ഐ ഡി ഐ. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്, എഫ് ഐ, പിന്നെ നമ്മൾ ക്ലാസ് മാർക്ക് അതായത് മിഡിലെ പോയിൻ്റ് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് എക്സ് ഐ. പിന്നെന്താണ്? പിന്നെ നമ്മൾ ഡി ഐ കണ്ടുപിടിക്കണം, പിന്നെ യു ഐ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് എഫ് ഐ യു ഐ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. ഞാൻ നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ തന്നെ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക.